വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഞാൻ പറഞ്ഞു അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മളൊന്നും വിചാരിക്കാത്ത മേഖലയിൽ നിന്ന് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ലോജിക്കലി തിങ്ക് ചെയ്തും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ചോദ്യ പേപ്പർ കാണണം. അധികം ആരും ഡിസ്കസ് ചെയ്യാത്തതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ഞാൻ മുൻപത്തെ വീഡിയോസുകളിലും പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വേണോ, അല്ല ജസ്റ്റ് ചോദ്യം ആൻസർ എന്ന് പറഞ്ഞാൽ മതിയോ, അല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ആവശ്യമില്ല എന്നൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, ഇത് ഇനിയും തുടർന്ന് പോകണോ? അതായത് കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, നിങ്ങൾ കാണാത്ത അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നമ്മുടെ ലെവലിൽ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള പോർഷൻസ് വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ഈ ഒരു ഏരിയ ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കുക. ഓക്കെ, അല്ലാണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്തോരം പഠിക്കാനുണ്ട് നമുക്കൊരു സിലബസിൽ. ഓക്കെ, സിലബസ് അനുസരിച്ച് പഠിക്കണം. വേണ്ട കാര്യങ്ങൾ NCERT പാഠഭാഗങ്ങളൊക്കെ വെച്ച് നോക്കണം ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമുക്കൊരു എന്താണ് കുറച്ചും കൂടി നല്ല സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിച്ച്. ഇപ്പം നമുക്ക് എല്ലാം കൃത്യമായിട്ട് സിലബസ് ഒക്കെ നോക്കി കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് സെറ്റ് ആയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പഠിച്ച് പോകുന്ന ഒരു റൂട്ടിൽ ആ ഒരു ട്രാക്കിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ കണ്ട് പരിശീലിക്കാൻ ശ്രമിക്കണം. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഈ ഏരിയാസ് ഒക്കെ ഒന്ന് മറിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് എന്താണ് നമ്മൾ ഒരു ബുക്സിലും കാണാത്ത ഫാക്ട്സും നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെയും ലഭിക്കും. കാരണം അവരിത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ, അല്ലെങ്കിൽ അവർ പഴയ ബുക്സുകളിൽ നിന്നോ, അല്ലെങ്കിൽ വളരെ എന്താണ് വേറെ ബുക്സുകളിൽ നിന്നോ, ഡിഗ്രി ലെവൽ ബുക്കുകളിൽ നിന്നോ ഒക്കെ ആയിരിക്കും ചോദ്യം ഇടുന്നത്. ഓക്കെ, കാരണം ഇതിപ്പോൾ ഡിഗ്രി മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പോർഷൻസ് സെയിം ആയിരുന്നു പഠിക്കാൻ, കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത് മാത്രം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ചോദിക്കാമെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന ചോദ്യങ്ങൾ തന്നെ മാക്സിമം കാണണം. നമ്മൾ സിമ്പിളായിട്ട് വിചാരിച്ചിരിക്കരുത് 10th ആണെന്ന് വെച്ചിട്ട്. മാത്രമല്ല വളരെ ടഫ് ആവുമെന്നും വിചാരിക്കരുത്. നമ്മൾ ഏത് വന്നാലും എഴുതാൻ റെഡി ആയിരിക്കണം. അപ്പോൾ മാക്സിമം സെറ്റ് ആവുന്ന ഏറ്റവും നല്ല കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാം. നല്ല നല്ല ടൈപ്പ് ഓഫ് കറണ്ട് അഫയേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഒക്കെ നമുക്ക് പഠിക്കാനില്ലേ, അതിൽ നിന്നൊക്കെ നല്ല നല്ല ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അധികം ആർക്കും ആൻസർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളത് കാണാൻ സാധിക്കും. കറണ്ട് അഫയേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ട് സ്പോർട്സിന്റെ രീതിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്. ഇതൊക്കെ തിരിച്ചും മറിച്ച് നമ്മളോട് ചോദിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡിഫറെന്റ് സ്റ്റേജസിലാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ നടക്കാൻ സാധ്യത. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഷഫിൾ ചെയ്തൊക്കെ ചോദിക്കാം. കാരണം ഇപ്പോൾ ഞാൻ അങ്ങനെ കുറേ എണ്ണത്തിൽ കണ്ടു. ഇപ്പോൾ LDCയുടെ ഡിഫറെന്റ് സ്റ്റേജസിൽ നടന്ന കുറേ എണ്ണൊക്കെ എടുത്തിട്ടാണ് ഡിഗ്രിയുടെ മെയിൻസിന് വേറെ തരത്തിലൊക്കെ ചോദിച്ചത്. അത് തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ചിലതൊക്കെ ടഫായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ കണ്ട് ഇതാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പഠനത്തോടൊപ്പം. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന കുറച്ച് നേരം കൊണ്ടുള്ളത് ഞാൻ ചെയ്യുന്നുള്ളൂ. കട്ട് ചെയ്താണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇപ്പം അധികം കമന്റ്സ് ഒന്നും കാണുന്നില്ല, എനിക്കറിയില്ല നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടോ, അല്ല ഇതിനി കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും പറയുക, നിങ്ങളുടെ സജഷൻസും പറയുക. ഓക്കെ, ഇന്നത്തോടു കൂടി നമ്മുടെ ഈ ഒരു പേപ്പർ കഴിയും. അപ്പോൾ ആകെ ടോട്ടൽ നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ ഈ ഡിസ്കഷനോടുകൂടി കംപ്ലീറ്റ് ആക്കുകയാണ്. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ഇപ്പോൾ 22, 23, 24, 25 ആ ഒരു ഏരിയ ഹെൽത്തൊക്കെ കുറച്ചും കൂടെ ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ, അല്ല നിങ്ങൾക്ക് ക്ലാസ്സുകളാണോ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ്, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെയുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എന്താണെങ്കിലും നിങ്ങളുടെ സജഷൻ നമ്മൾ പരിഗണിച്ച് അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അപ്പോൾ 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ടൈപ്പ് 1 ഡയബറ്റിസിന്റെ സ്വഭാവമല്ല എന്നുള്ളത് ഏതാണ്? അപ്പോൾ ഇതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ പറയുന്ന പ്രമേഹത്തെക്കുറിച്ചും പ്രമേഹം എത്ര തരത്തിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും പഠിക്കണം. കാരണം PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ജീവിതശൈലി രോഗങ്ങളിൽ പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അത് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ടൈപ്പ് 1 എന്നും ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് ഓഫ് പ്രമേഹങ്ങളുണ്ട്. ഓക്കെ, ഡയബറ്റിസ് ഉണ്ട്. ഇതിൽ ഈ പറയുന്ന ടൈപ്പ് 1 പ്രമേഹം ഉണ്ടല്ലോ, അതൊരു സ്വയം പ്രതിരോധ രോഗമാണ്. ഓക്കെ, സ്വയം പ്രതിരോധ രോഗമാണത്. ഇനി മറ്റൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ WBC ഉണ്ടല്ലോ, WBCയിൽ T ലിംഫോസൈറ്റ് ഉണ്ട്. ഓക്കെ, T ലിംഫോസൈറ്റ്, അതായത് WBC പലതരത്തിലുണ്ട് നമുക്കറിയാം. അത് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ പറയാനാണ്, കാരണം ഈ രക്തപര്യന വ്യവസ്ഥയും രക്തവും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രമേഹം ഒപ്പം വേണമെങ്കിൽ രക്തത്തിൻ്റെ കാര്യം പഠിക്കാം. പക്ഷേ രക്തത്തിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ WBC തന്നെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ന്യൂട്രോഫിൽ ഉണ്ട്, ബേസോഫിൽ ഉണ്ട്, ഇസ്നോഫിൽ ഉണ്ട്, മോണോസൈറ്റ് ഉണ്ട്, ലിംഫോസൈറ്റ് ഉണ്ട്. ഈ ലിംഫോസൈറ്റിൽ തന്നെ B ലിംഫോസൈറ്റ് ഉണ്ട്, T ലിംഫോസൈറ്റ് ഉണ്ട്. ഇതിൽ ഈ പറയുന്ന T ലിംഫോസൈറ്റ് എന്ത് ചെയ്യും, നമ്മുടെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ആൽഫ സെൽസ് ഉണ്ട്, ബീറ്റാ സെൽസ് ഉണ്ട്. ഈ ബീറ്റാ സെൽസ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റാ സെൽസിനെ ഈ T ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നറിയോ, നശിപ്പിച്ച് കളയും. അതാണ് മെയിൻലി ഈ ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകാൻ കാരണം. ഓക്കെ, അവർക്ക് എന്ത് വേണം, ആവശ്യമായിട്ടുള്ള അളവിൽ ഇൻസുലിൻ നൽകണം. അപ്പോൾ ഇൻസുലിൻ കൊടുക്കുന്നതാണ് എന്നുള്ള ആകെയുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ ടൈപ്പ് 1 പ്രമേഹം ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നും അതുപോലെ തന്നെ ജുവനൈൽ ഡയബറ്റിസ് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ടൈപ്പ് 2ന്റെ ഒന്ന് നോക്കാം. ഓക്കെ, ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ജീവിതശൈലി രോഗമായിട്ട് കരുതപ്പെടുന്ന പ്രമേഹം. ഓക്കെ, ജീവിതശൈലി രോഗമായിട്ട് കരുതപ്പെടുന്നത് ഈ പറയുന്ന
ടൈപ്പ് 2 പ്രമേഹമാണ്. ഓക്കെ, പൊണ്ണത്തടിയും ജീൻ തകരാറും ഒക്കെയാണ് ഇതിന്റെ മെയിൻ കാരണം. മാത്രമല്ല ഇത് ആവശ്യമായിട്ടുള്ള എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, കൺട്രോളിൽ നിർത്താൻ പറ്റും. ടൈപ്പ് 2 ജീവിതശൈലി രോഗമാണ്. ഇത് വ്യായാമമൊക്കെ ചെയ്ത് കൺട്രോളിൽ നിർത്താൻ സാധിക്കുമെങ്കിലും ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേയധികം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു പോകാം. എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ടൈപ്പ് 1 ആയിട്ട് ബന്ധമില്ലാത്തതാണ്. നമ്മളിപ്പോൾ പഠിച്ചു ഇൻസുലിൻ ആശ്രിതമാണത്, സ്വയം പ്രതിരോധ രോഗമാണ്, രോഗി ബാഹ്യ ഇൻസുലിൻ ആശ്രയിക്കും, ഇതൊക്കെ ശരിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധമില്ലാത്ത ഏതാണ്? അസാധാരണമായ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഗ്രഹ അതിരുകൾ എന്ന ആശയം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതിന്റെ ഇംഗ്ലീഷ് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലാനറ്ററി ബൗണ്ടറീസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പ്ലാനറ്ററി ബൗണ്ടറീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഇനി അടുത്തൊരു എക്സാമിൽ നമ്മളോട് ഇത് ചോദിക്കാം, കാരണം ഇത് മെയിൻസ് ലെവലിലുള്ള ഒരു പേപ്പർ ആയിരുന്നു. പ്ലാനറ്ററി ബൗണ്ടറീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാരിസ്ഥിതിക സുസ്ഥിരതയുടെ നിർണായക പരിധികൾ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI അതിവേഗം വികസിക്കുകയും വിവിധ മേഖലകളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ആരോഗ്യ സംരക്ഷണത്തിൽ AIയുടെ സാധ്യതയുള്ള ആപ്ലിക്കേഷന്റെ ഉദാഹരണം എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഇത് വളരെയധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചും കൂടി എക്സ്ട്രീംലി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, വളരെയധികം അനലിറ്റിക്കൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അതിനാണ് ഞാൻ ഇങ്ങനെയുള്ള ഡിഗ്രി ലെവൽ, മെയിൻസിന്റെ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മളോട് ചോദിച്ചു കൂടായികയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിംഗിൾ എക്സാം ആണ് എഴുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വളരെയധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് അതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയും വരാം ചോദ്യം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അതിനാണ് നമ്മൾ മാക്സിമം അധികം ആരും ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ശരിയാവാൻ ചാൻസ് ഉള്ളതല്ലേ. നമുക്ക് കുറച്ചും കൂടി വളരെയധികം സാധ്യതയുള്ള, അല്ലെങ്കിൽ എന്താണ്, കൃത്യമായിട്ട് അതിന്റെ ഒരു എന്താണ് ഈ പറയുന്ന രീതിയിൽ AIയുടെ ആപ്ലിക്കേഷൻ വരാൻ സാധ്യതയില്ല, അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് നമ്മളൊന്ന് ഇതാക്കിയിട്ട് വേണം ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ. അപ്പോൾ ചാറ്റ് ബോട്ടുകളിലൂടെ വൈകാരിക പിന്തുണ നൽകുന്നു. അത് കുറച്ചും കൂടെ എന്താണ്, എക്സ്ട്രീംലി എന്താണ് ബുദ്ധിമുട്ടെന്നല്ല. ഓക്കെ, ചാറ്റ് ബോട്ടുകളിലൂടെയൊക്കെ വൈകാരിക പിന്തുണയൊക്കെ ഇതാക്കും. പക്ഷെ അത് പെട്ടെന്ന് നല്ല എന്താ പറയാ, ഒരു AIയുടെ ഒരു സാധ്യതയിൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. അതുപോലെ വേഗത്തിലുള്ള രോഗനിർണയത്തിനായി മെഡിക്കൽ ഇമേജുകൾ വിശകലനം ചെയ്യുന്നതിൽ ഡോക്ടർമാരെ സഹായിക്കുന്ന ഒരു പോസിബിലിറ്റി ഉള്ള കാര്യമാണ് അല്ലേ. കാരണം ഇമേജസ്, ഒരു രോഗനിർണയം നമുക്കിപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ ഓരോന്ന് എക്സ്ട്രാ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എടുത്തിട്ടാണ് അവർ അനലൈസ് ചെയ്തിട്ടാണ് ഒരു രോഗമാണെന്ന് ഡിസൈഡ് ചെയ്യുന്നതും അതിനുള്ള പ്രതിവിധി എന്നുള്ള രീതിയിൽ അവർ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഈ ഒരു പണി, അതായത് ഇമേജസ് കിട്ടിയിട്ട് ആ മെഡിക്കൽ ഇമേജുകൾ പെട്ടെന്ന് അനലൈസ് ചെയ്ത ഒരു രോഗം ഇതാണെന്ന് കൃത്യമായിട്ട് പറയാനേ എനിക്ക് സാധിക്കും അല്ലെ. ആ ഒരു ടെക്നോളജിയുടെ ആ ഒരു ഇതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ മരുന്നിനെ കുറിച്ച് മാത്രമാണെങ്കിൽ അതിന്റെ എന്താണ് പ്രതിവിധി എന്നുള്ളത് പെട്ടെന്ന് ഡോക്ടർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തിൻ ഇമ്മീഡിയറ്റ് എഫക്ട് അതിൽ ചെയ്യാൻ പറ്റും. അതൊരു പോസിബിലിറ്റി ഉള്ള ഏരിയ ആണ്. എന്നാലും ബാക്കിയുള്ളത് നോക്കാം. ആശുപത്രികളിൽ മനുഷ്യ നഴ്സുമാരുടെ ആവശ്യം മാറ്റി സ്ഥാപിക്കുക. അതൊക്കെ വളരെയധികം എന്താണ് എക്സ്ട്രീംലി അതായത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, നഴ്സുമാരെ മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത്. ദെൻ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളിൽ ഭരണപരമായ ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു. അതും പെട്ടെന്ന് നടക്കാൻ വിദൂര സാധ്യതയുള്ള കാര്യങ്ങളാണ്. അത്രയും നമ്മളിരുന്ന ഇപ്പോൾ ഈ ഒരു AIയുടെ കാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് B ആണ് അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ. ഓക്കെ, നെക്സ്റ്റ്, ബഹിരാകാശ അവശിഷ്ടങ്ങൾ ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ വാഹനങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന ആശങ്കയാണ്. ബഹിരാകാശ അവശിഷ്ടങ്ങളെ കുറിച്ചുള്ള ISRO പദ്ധതി എന്താണ്? അത് നേത്ര എന്ന് പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം ഫിസിക്സിന്റെ ഏരിയയിൽ നിന്നാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ 196 ന്യൂട്ടൺ ഭാരമുണ്ടെങ്കിൽ ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ഒരു വസ്തുവിന്റെ ഭാരം എന്തായിരിക്കും? അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളതാണ്. ജിയുടെ വാല്യൂ നമുക്ക് ഭൂമിയിലെ നമുക്കറിയാം 9.8 ആണ് എന്നുള്ളതൊക്കെ അല്ലേ. എന്നാൽ ചന്ദ്രനിൽ ജിയുടെ വാല്യൂ ഇപ്പൊ ഞാൻ GE എന്ന് തൽക്കാലം കൊടുക്കുകയാണ്. GM എന്ന് പറയുന്നത് 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ഒരു വസ്തുത എന്താണ്, ഭൂമിയിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണോ അതിന്റെ 1/6 ഭാരം മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടുകയുള്ളൂ എന്നുള്ള ഒരൊറ്റ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന 196ന്റെ 1/6 എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടും? ഏകദേശം 32.66 എന്നുള്ള രീതിയിലാണ് കിട്ടുക. അപ്പൊ ഏകദേശം നമുക്ക് ഇവിടെ റൗണ്ട് ചെയ്ത് എങ്ങനെ പറയാം ആൻസർ? 33 ന്യൂട്ടൺ എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ, ഒരു എലിവേറ്ററിന്റെ ലോഡഡ് ക്യാബിന് 2500 കിലോഗ്രാം പിണ്ഡമുണ്ട്. സ്ഥിരമായ വേഗതയിൽ 50 സെക്കൻഡിനുള്ളിൽ 250 മീറ്റർ മുകളിലേക്ക് നീങ്ങുന്നു. കേബിളിൽ നിന്നുള്ള ശക്തി എത്ര ശരാശരി നിരക്കിലാണ് ക്യാബിൽ പ്രവർത്തിക്കുന്നത്? നമുക്കിവിടെ മാസ് തന്നിട്ടുണ്ട് ക്യാബിന്റെ 2500 കിലോഗ്രാം എന്നുള്ളത്. ഇനി ഇത് 50 സെക്കൻഡിനുള്ളിൽ 250 മീറ്റർ മുകളിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടൈം 50 സെക്കൻഡ് ആണ്. ഇനി മുകളിലോട്ട് പോകുന്ന ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എത്ര പറഞ്ഞിട്ടുണ്ട്? 250 മീറ്റർ ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്.
ഇനി നമ്മോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? കേബിളിൽ നിന്നുള്ള ശക്തി എത്ര ശരാശരി നിരക്കിലാണ് ക്യാബിൽ പ്രവർത്തിക്കുന്നത്? അതായത് ആ കേബിള് ഈ പറയുന്ന ക്യാബിനെ പൊക്കാൻ, അതായത് ആ ഒരു ഇത്ര മീറ്റർ പൊക്കി എന്ന് പറഞ്ഞല്ലോ, ആ പൊക്കാൻ അത് എന്താണ് ഒരു യൂണിറ്റ് ടൈമിൽ എത്ര വർക്കാണ് ചെയ്തത്? അതായത് നമ്മളോട് വർക്കല്ല ചോദിച്ചിരിക്കുന്നത്, ശരാശരിയാണ്, അതിന്റെ വർക്കിന്റെ ശരാശരിയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പവർ ആണ്. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ് നമുക്കറിയാം. ഇനി വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് അറിയാം. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാസ് ഇൻറ്റു ആക്സലറേഷൻ, ഇവിടെ ബാക്കിയുള്ള എസ് ബൈ ടി. നമുക്ക് ഇങ്ങനെ ആയല്ലോ. ഇനി നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് നമുക്കുണ്ട് 2500 ഇൻറ്റു ആക്സലറേഷൻ, അതായത് ഇവിടെ കേബിള്, അതായത് എലവേറ്ററിന്റെ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളുടെ എന്താണ് ഭൂമിയുടെ ആ ഒരു ഭൂഗുരുത്വാകർഷണം, ആ ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടല്ലോ, അതിനനുസരിച്ചാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇത് കേബിൾ വലിക്കുന്ന അതേ ഡയറക്ഷനിലല്ലേ എലവേറ്റർ പോകുന്നത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്നല്ല, വലിക്കുന്നതേ ഇതിലായതുകൊണ്ട് നമുക്ക് ജി എടുത്താൽ മതി. അപ്പോൾ അവിടെ 10 ആണ്, നമ്മൾ ജി എടുക്കുന്നത് 10 ആണ്, 9.8 അല്ല. അതായത് നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട്. ഇൻറ്റു നമുക്ക് എന്തുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് 250 ബൈ ടൈം എത്രയാ? 50. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 125 കിലോ വാട്ട് എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ വർക്ക് അല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത്, പവർ ആണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്ത് ഇതാക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ചോദ്യം, 1000 ഹെർട്സ് ആവൃത്തിയുള്ള സൈറനുള്ള ആംബുലൻസ് 3 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു ബൈക്ക് ചവിട്ടുന്ന ഒരു സൈക്ലിസ്റ്റിനെ മറികടക്കുകയും കടന്നു പോകുകയും ചെയ്യുന്നു. ആംബുലൻസ് കടന്നുപോയതിനു ശേഷം സൈക്ലിസ്റ്റിന്റെ സൈറൻ 900 ഹെർട്സ് ആവൃത്തിയിൽ കേൾക്കുന്നുവെങ്കിൽ ആംബുലൻസിന്റെ വേഗത. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ചോദിക്കുന്നു പറയുന്നില്ല, ഇത് കുറച്ചുകൂടെ വലിയൊരു ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യേണ്ടതാണിത്. അപ്പോൾ ഇതിന്റെ ആൻസർ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, കാരണം ഇത്രയും ടഫ് ആയിട്ടുള്ളത് നമ്മളോട് ചോദിക്കില്ല. 41 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ ആക്ച്വലി കേട്ടോ. അത് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതായത് അത് നമ്മൾ ഇക്വേഷൻ അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ദെൻ അടുത്ത ചോദ്യം, ഏത് ബഹിരാകാശ ഏജൻസിയാണ് ഇൻഫ്യൂസ് റോക്കറ്റ് ദൗത്യം വിക്ഷേപിച്ചത്? ഇൻഫ്യൂസ് എന്ന് പറയുന്ന റോക്കറ്റ് ദൗത്യം വിക്ഷേപിച്ചത് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, നാസയാണ്. ഓക്കെ, ദെൻ വൈയേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ എക്സ് വ്യാപിക്കുകയാണെങ്കിൽ എക്സ് ടു വൈ എന്ന തന്മാത്രാ ഭാരം അനുപാതം എന്തായിരിക്കും? അപ്പോൾ ഇതൊക്കെ വളരെയധികം ടഫാട്ടോ. ഇതൊന്നും ഞാൻ അത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല, വളരെ ഒരു 10th ലെവലിന് ചോദിക്കുന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതൊരു ഡിഗ്രി ലെവലാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ മാത്രം ജസ്റ്റ് പറയാം, 1/100 ആണ്. ദെൻ ഇനി പറയുന്ന ഇക്വിമോളൽ ജലീയ ലായനികളിൽ ഏതിനാണ് തിളപ്പിക്കൽ ഏറ്റവും താഴ്ന്നതായിരിക്കുക എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇതും NaCl ആണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഈ സ്റ്റാർ ടെക്നൊക്കെ 10th ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഇല്ലാത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്ന് തന്നെ ഏത് ജലീയ ലായനിയാണ് ഏറ്റവും അസിഡിറ്റി ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഈ തന്നിരിക്കുന്നതിൽ 0.1 മോളാർ FeCl3 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കെമിസ്ട്രിയും ഫിസിക്സ് അത്യാവശ്യം ടഫായിട്ട് തന്നെ ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് 51ാമത്തെ ചോദ്യം ഞാൻ വിട്ടുപോയി. അത് ഐക്യരാഷ്ട്രസഭ 2025 അന്താരാഷ്ട്ര വർഷമായി പ്രഖ്യാപിച്ചത്. ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു സംഭവമാണ്. ഇമ്പോർട്ടൻ്റ് ആവുന്നതിന് ഒരു കാരണമുണ്ട്. ഓക്കെ, 2025 എന്ന് പറയുന്ന വർഷം കേവലം ഒരു പെർട്ടിക്കുലർ തീമിനെ ബേസ് ചെയ്തിട്ടല്ലാതെ. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ നമ്മൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഐക്യരാഷ്ട്രസഭ 2025 ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയാണ് അന്താരാഷ്ട്ര വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കേട്ടോ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, UN അന്താരാഷ്ട്ര സഹകരണ വർഷവും കൂടിയാണ് 2025 എന്ന് പറയുന്നത്. ഓക്കെ, 2012 ശേഷം 2ാം തവണയാണ് ഈ ഒരു സഹകരണ വർഷം. 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷമാണ്. അതിന്റെ മെയിൻ പ്രമേയം എന്ന് പറയുന്നത് സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതേ 2025 ഇയർ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഇപ്പോൾ കണ്ട പോലെ. അതുപോലെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യേഴ്സ് പ്രിസർവേഷൻ ആണ്. ഓക്കെ, ഹിമാനികളുടെ ഗ്ലേഷ്യേഴ്സ് പ്രിസർവേഷൻ ആണ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC ഒളിമ്പിക് ഓർഡർ അവാർഡ് പരിഗണിക്കുമ്പോൾ ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഇതൊക്കെ വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻ ആട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഐഡിയ ഉള്ളവന് മാത്രമേ ഇതൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാലും നിങ്ങളൊന്ന് കണ്ടിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ ചോദിച്ചാലോ, കാരണം ഈ പാരീസ് ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2024 ഇന്ത്യയുടെ ഷൂട്ടിംഗ് ഇതിഹാസമായ അഭിനവ് ബിന്ദ്രയ്ക്ക് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതി ലഭിച്ചു എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ്. ഓക്കെ, അതുപോലെ പാരീസിൽ നടന്ന 142ാമത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സെഷനിൽ അദ്ദേഹത്തിന് ഒളിമ്പിക് ഓർഡർ ലഭിച്ചു. അതും ശരിയാണ്. അപ്പോൾ 1, 2 ഇവ രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്ന മലയാളം നോവലുകൾ അവയുടെ പ്രസിദ്ധീകരണ വർഷങ്ങളോടൊപ്പം കാലക്രമത്തിൽ ക്രമീകരിക്കേണ്ട ആൻസർ B ആണ്. ആദ്യം വരുന്നത് ഓടയിൽ നിന്നുള്ളതാണ്, P കേശവദേവിന്റെ. രണ്ടാമത് ബാല്യകാല സഖി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. പിന്നെ നമുക്ക് വരുന്നത് ഉമ്മാച്ചു ആണ്, ഉറൂബിന്റെ ഉമ്മാച്ചു. ഏറ്റവും ലാസ്റ്റ് ആണ് എന്ത്, ചെമ്മീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു കാലഗണന ക്രമം ഇപ്പൊ കുറച്ച് ഇതായിട്ട് ചോദിക്കുന്നുണ്ട്. ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരനെ നോക്കിയാലും മതി. ഓക്കെ, ഫേമസ് കൃതികളുടെയൊക്കെ. അടുത്ത ചോദ്യം, മലയാളം കഥാപ്രസംഗം പരിഗണിക്കുമ്പോൾ ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? അപ്പൊ ഇതൊക്കെ വളരെയധികം കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചതെന്ന് തോന്നുന്നു കേട്ടോ. നോക്കാം. 2024 കഥാപ്രസംഗത്തിന്റെ ശതാബ്ദി വർഷമാണ്. ഇത് ശരിയാണ്.
അപ്പോൾ ഇനിയും നമ്മളോട് ചോദിച്ചു കൂടായില്ല കേട്ടതൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുൻപത്തെ ചോദ്യ പേപ്പറുകളിൽ? ഏതെങ്കിലും ചോദ്യ പേപ്പറുകളിൽ ഇങ്ങനത്തെ ടഫായിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഇത് മെയിൻസിന്റെ പേപ്പറാണ്, പക്ഷേ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടൊക്കെയാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് പഠിക്കാനുള്ള ആ ഒരു ഏരിയയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് പഠിക്കാനുള്ള ഏരിയാസ് ഒക്കെ തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വളരെയധികം ടഫായിട്ടുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കാണണം. ഈ ചിലപ്പോൾ ഇതൊക്കെ തിരിച്ച് നമ്മളോട് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, എന്താണ് കഥാപ്രസംഗത്തിന്റെ ശതാബ്ദി വർഷമായി ആചരിച്ചത് ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ നമുക്ക് 2023, 24, 25 ഇനി 26 അല്ലെങ്കിൽ ആചരിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചാൽ നമുക്ക് ആ കൺഫ്യൂഷൻ അടിക്കും. ഇതിൽ നിന്നൊക്കെ നമുക്ക് അപ്പോൾ അതിന്റെ ഉത്തരം മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഓക്കെ, നമ്മൾ എത്ര ബുക്സ് റെഫർ ചെയ്താലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, എന്തിനാണ് ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ അത്യാവശ്യം വേണ്ട ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും സമയം എടുത്തിട്ടാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും വിചാരിക്കുന്നത് എന്താണ് നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റുകളിൽ നിന്നൊക്കെ തന്നെയാണ്. അതൊക്കെ ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് 20 മാർക്കിന്റെ കറണ്ട് അഫയർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ആ ഒരു പോസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയൊക്കെ വരും, ഏതൊക്കെ ഏരിയാസിൽ നിന്ന് വരും, അല്ലെങ്കിൽ ഇനി ഏതൊക്കെ തരത്തിലാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ 2024 കഥാപ്രസംഗത്തിന്റെ ശതാബ്ദി വർഷമാണ്. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയെ തന്റെ ആദ്യ പ്രമേയമാക്കിയ കഥാപ്രസംഗത്തിന്റെ ഉപജ്ഞാതാവ് CA സത്യദേവനായിരുന്നു. വടക്കൻ പറവൂരിനടുത്ത് വടക്കിൻപുരം കേളപ്പനാശാൻ തുറന്ന വിദ്യാലയമാണ് കഥാപ്രസംഗം എന്ന പുതിയ കലാരൂപം അവതരിപ്പിക്കുന്നതിനുള്ള ആദ്യ വേദി. ഇതെല്ലാം ശരിയായിട്ടുള്ളതാണ്. ഇത് കഥാപ്രസംഗം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി പറയുന്ന ലിസ്റ്റ് A സിനിമാ സംവിധായകരും, ലിസ്റ്റ് B മുസ്ലിം സംസ്കാരമുള്ള മലയാള സിനിമകൾ. ഇത് പൊരുത്തപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം അറിവുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. കണ്ടം വെച്ച കോട്ടാണ് TR സുന്ദരത്തിന്റെ. ഓക്കെ, ദെൻ M കൃഷ്ണൻ നായരുടെ മണിയറയാണ്. ഓക്കെ, മണിയറ. ദെൻ P ഭാസ്കരന്റെ തുറക്കാത്ത വാതിൽ. ദെൻ ASS രാജന്റെ കുപ്പിവള. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ചിലപ്പോൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിനൊക്കെ ഇതൊക്കെ നമുക്ക് ചോദിക്കാം. ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് ചിലതൊക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ B ആണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, പടയണി എന്ന കലാരൂപത്തെക്കുറിച്ച് പടയണിയുടെ ഗീവതളം എന്ന മലയാളം പുസ്തകം എഴുതിയത് ആരാണ്? കടമനിട്ട വാസുദേവൻ പിള്ള. ഓക്കെ, കടമനിട്ട രാമകൃഷ്ണനാണെന്ന് ഉദ്ദേശിക്കരുത്, കടമനിട്ട വാസുദേവൻ പിള്ളയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇന്ത്യൻ ഹോക്കി പരിഗണിക്കുമ്പോൾ ഈ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നുള്ളതാണ് ചോദിച്ചത്. ഹോക്കി വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരീസ് ഒളിമ്പിക്സിലാണെങ്കിലും ഈ പറയുന്ന വെങ്കലമൊക്കെ കിട്ടിയത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഈ ഹോക്കി ഏരിയ. അതുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത് കൂടുതലും കേട്ടോ. പഞ്ചാബിലെ ജലന്ധർ ജില്ലയിലെ സൻസാർപൂർ ഇന്ത്യൻ ഹോക്കിയുടെ നഴ്സറി എന്നറിയപ്പെടുന്നു. ഇത് ശരിയാണ് കേട്ടോ, അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. സെൻസാർപൂർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോക്കിയുടെ നഴ്സറി എന്നറിയപ്പെടുന്ന ഒരു സംഭവമാണെന്നുള്ളത്. ദെൻ ഒരു ഹോക്കി കളിക്കാരൻ രാഷ്ട്രീയക്കാരനായി മാറിയ അസം ഷേർ ഖാൻ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയായി. ഒരു ഹോക്കി കളിക്കാരൻ രാഷ്ട്രീയക്കാരനായി മാറിയ അസം ഷേർ ഖാൻ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയായി. അതും ശരിയാണ്. ഫീൽഡ് ഹോക്കി ഗോളിന്റെ ബ്ലാക്ക് ബോർഡിന്റെ ഉയരം 26 ഇഞ്ചാണ്. അത് തെറ്റാണ്. ഫീൽഡ് ഹോക്കിയുടെ വരുന്നത് 18.11 ഇഞ്ചാണ്. അത് എക്സ്ട്രീംലി ഫാക്ച്വൽ ആണ്. ഇത് വളരെ ടഫ് എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. അറിയുന്ന ഒരാൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ഇന്ത്യൻ ഹോക്കിയുടെ പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് മറിയാമ്മ കോശി. അതും ശരിയാണ്. അപ്പൊ അങ്ങനെ പഠിക്കണം. നമ്മളോട് ചിലപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ ആരാണ് ഇന്ത്യൻ ഹോക്കിയുടെ പ്രസിഡന്റായ ആദ്യ മലയാളി എന്ന് ചോദിക്കും. അപ്പൊ ഇതിന്നൊക്കെ അത് കിട്ടില്ലേ, മറിയാമ്മ കോശി. ഓക്കെ, ഇന്ത്യയ്ക്കും UK-ക്കും ഇടയിൽ ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടന്ന കൗമാരക്കാരിയായ നീന്തൽ താരം പ്രിഷ താപ്രയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇന്ത്യയിലെയും UK-യിലെയും നിർധനരായ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിന് ഒരു ചാരിറ്റി ഓർഗനൈസേഷനായി ഫണ്ട് ശേഖരിക്കുക എന്നുള്ളതാണ്. ദെൻ CPU ഇനും പ്രധാന മെമ്മറിക്കും ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ മെമ്മറി ഏതാണെന്ന് നമുക്കറിയാം, കാഷെ ആണെന്നുള്ളത് അല്ലേ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഇതാണ്. ഫയർഫോക്സ്, യൂണിക്സ്, ഡിവൈസ് ഡ്രൈവർ. മേൽ പറഞ്ഞവയൊന്നുമല്ല. ഇതിൽ ഫയർഫോക്സ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത്. അതൊരു വെബ് ബ്രൗസറാണ്. യൂണിക്സ്, ഡിവൈസ് ഡ്രൈവറൊക്കെ എന്താണ്, OS ആണ്. ഈ OS-ഉം അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ആരുടെയൊക്കെ ഏതൊക്കെ ആൾക്കാർ ഡെവലപ്പ് ചെയ്തതാണെന്നുള്ളത്. ദെൻ നെക്സ്റ്റ്, HTML ഒരു ശൂന്യമായ ടാഗിന് ഒരു ഉദാഹരണം ഇതാണ്. ഏതാണെന്നറിയോ? ഇതാണ്. നെക്സ്റ്റ്, AI-യുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ജോൺ മക്കാർത്തിയാണ്. അതുപോലെ ChatGPT-ക്ക് ഉള്ള ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ആ ഒരു ഇത് എന്താണെന്നുള്ളത് അത് www.openai.com എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് പ്രസ്താവനകളാണ് ശരിയെന്നത് കണ്ടെത്തുക എന്നുള്ളതാണ്. ആക്ച്വലി ഇത് ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത്രയും ഇതിലത്തെ ചില ഇതൊക്കെ ആക്ടുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. ഞാൻ കറക്റ്റ് ആൻസർ പറയാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം 20 ലക്ഷത്തിൽ താഴെയുള്ള പരാതികൾ പരിഗണിക്കാൻ ജില്ലാ കമ്മീഷൻ അധികാരമുണ്ട്. തെറ്റ്. 20 ലക്ഷമല്ല. ഓക്കെ, ജില്ലാ കമ്മീഷൻ, അതായത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷന് പരിഹരിക്കാൻ പറ്റുന്നത് അപ് ടു 50 lakhs വരെയുള്ള ഉപഭോക്തൃ തർക്കപരിഹാര കേസുകൾ. ആ അത്രയും മൂല്യമുള്ള കാര്യങ്ങൾക്കാണ്. ഓക്കെ, ദെൻ SCDRC സ്റ്റേറ്റിന്റെ വരുമ്പോൾ അത് ഈ പറയുന്ന 50 ലക്ഷത്തിനും അതുപോലെ 2 കോടിക്കും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ നാഷണൽ വരുമ്പോൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 2 CR എന്നുള്ളതാണ്. ഓക്കെ,
നെക്സ്റ്റ് 2016 വികലാംഗരുടെ അവകാശ നിയമങ്ങൾ പ്രകാരമുള്ള രക്ഷാകർതൃത്വത്തിനുള്ള വ്യവസ്ഥകൾ രക്ഷാകർതൃത്വത്തിന്റെ സ്ഥിരമായ സ്വഭാവമാണ്. തെറ്റായ ഒരു പ്രസ്താവനയാണ്. അതായത് ഈ പറയുന്ന റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്നതാണ് ഈ വികലാംഗരുടെ അവകാശ നിയമങ്ങൾ 2016 ഇതൊരിക്കലും പെർമനന്റ് ആയിട്ടുള്ള ഒരു ഗാർഡിയൻഷിപ്പിന് പറയുന്നില്ല. അത് ഫോക്കസ് ചെയ്യുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ഗാർഡിയൻഷിപ്പ് മാത്രമാണ്. ദെൻ നെക്സ്റ്റ് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഒരു ഗാർഹിക ബന്ധത്തിലുള്ള ഒരു സ്ത്രീക്ക് പങ്കിട്ട കുടുംബത്തിന് എന്തെങ്കിലും അവകാശമോ ശീർഷകമോ പ്രയോജനകരമായ താല്പര്യമോ ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ അവകാശമുണ്ട്. ഇത് ശരിയാണ്. ഓക്കെ. ദെൻ SC STക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ STക്ക് വേണ്ടിയുള്ള കേരള സ്റ്റേറ്റ് കമ്മീഷൻ അധ്യക്ഷനെ SC അല്ലെങ്കിൽ ST അംഗങ്ങളിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്തു. ഇത് ശരിയാണ്. ഓക്കെ. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ SC ST എന്ന് പറയുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണം. അത് നല്ല രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു രീതിയാണ്. ഓക്കെ. നെക്സ്റ്റ് ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാണ്? അത് നമുക്കറിയാം, ജയന്തി പട്നായിക് ആണ്. ദെൻ ഇനി പറയുന്നവയിൽ നിന്ന് ശരിയായ ഓപ്ഷനുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. SC ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 പ്രകാരം സൃഷ്ടിച്ച പ്രത്യേക കോടതികൾക്ക് ഹൈക്കോടതിയുടെ പദവിയുണ്ട്. അതായത് ഈ പറയുന്ന SC ST അവർക്കെതിരെയുള്ള അട്രോസിറ്റീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ട് വരുന്നു. ഈ ആക്ടിന്റെ ഇതിൽ ഒരു സ്പെഷ്യൽ കോഡ്സ് വരുന്നു. ഈ സ്പെഷ്യലൈസ്ഡ് കോഡ്സ് ഒരിക്കലും ഹൈക്കോടതി പദവിയുള്ളവരല്ല. ഓക്കെ. ഹൈക്കോടതി പദവിയുള്ള കോഡ്സ് അല്ല. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാകാൻ കാരണം. ദെൻ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം കുട്ടികളില്ലാത്ത മുതിർന്ന പൗരന് അവകാശമില്ല. അതും തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഓക്കെ. ദെൻ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന് മുമ്പാകെ ഒരു പാർട്ടിക്കും നിയമപരമായ പ്രാതിനിധ്യത്തിന് അവകാശമില്ല. അതായത് ഈ മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ എന്നൊരു സംഭവം ഉണ്ട്. ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഇതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഇവർക്ക് ലീഗലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ, അതായത് വക്കീലിനൊക്കെ വെച്ച് ചെയ്യാനുള്ള ആ ഒരു ഇത് അവകാശമില്ല എന്നുള്ളത്. ആക്ച്വലി ഇതിപ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ ലീഗാലിറ്റി അവർക്ക് എന്താണ് ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആകാം, കുഴപ്പമില്ല. അതായത് അവർക്കൊരു ലോയറെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഇവർ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 3ഉം 4ഉം ശരി എന്നുള്ളതാണ്. അതിൽ വരുമ്പോൾ ഈ 3 ശരി എന്നുള്ളതാവും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു ആക്ടിന്റെ ഇതിൽ ലീഗൽ റെപ്രസെന്റേഷനും ആകാം, കുഴപ്പമില്ല, ലോയേഴ്സിനെ വെച്ചിട്ട് ചെയ്യാം എന്നുള്ളത്. ഓക്കെ. അതായത് വേറൊന്നുമല്ല, നിങ്ങളിപ്പോൾ പത്രവാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും ഈ മെയിൻ്റനൻസ്, അതായത് ഈ പാരന്റ്സിനെയും സീനിയർ സിറ്റിസൺസിനെയും ഒന്നും മക്കള് ഇപ്പോൾ എന്തെങ്കിലും കാരണത്താലൊക്കെ ഉപേക്ഷിച്ച് നോക്കാതിരിക്കുകയാണെങ്കിൽ, അവർക്ക് മെഡച്ചെലവ് അങ്ങനത്തെ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ സാധിക്കും. ഓക്കെ. അത് നിങ്ങൾ പത്രവാർത്തകൾ കണ്ടിട്ടുണ്ടാവും. അവർ ആ ഒരു ഇത് എന്താണ് ഒരു വിധിയും പുറപ്പെടുവിക്കും. ഓക്കെ. അപ്പോൾ ഇതിന് നേരിട്ട് അവർക്ക് അത് ചെയ്യാം എന്നുള്ള, അല്ലെങ്കിൽ പെറ്റീഷൻ അല്ലെങ്കിൽ അത് കൊടുക്കാം എന്നുള്ളതായിരുന്നു വന്നിരുന്നത്. പക്ഷെ അതിൽ എന്താണ് ഈ ലോയേഴ്സ് ഇടയിൽ വേണ്ട, അതിനൊരു ലീഗൽ റെപ്രസെന്റേറ്റീവ് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നെങ്കിലും പിന്നീട് അതാകാം എന്നുള്ളതാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് കേട്ടോ. ദെൻ ഭരണഘടനയുടെ 42ാമത് ഭേദഗതി പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിതമായത്. അതെ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ 42nd അമെൻമെന്റ് വഴി വന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റ് മീ, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യപേപ്പറിൽ തന്നെ 2ാമതും ട്രൈബ്യൂണലിനെ കുറിച്ച് വന്നു. ഓക്കെ. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണത്, നല്ലവണ്ണം പഠിക്കാം. നെക്സ്റ്റ്, ട്രാൻസ്ജെൻഡറുകൾക്ക് തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകാൻ ആർക്കാണ് യോഗ്യത? ഇത് ചിലപ്പോൾ ചോദിക്കാട്ടോ. ജില്ലാ മജിസ്ട്രേറ്റിനാണ് യോഗ്യത. ഓക്കെ. നമുക്കിനി ഇംഗ്ലീഷ് മലയാളം ഏരിയയിലേക്കാണ് കിടക്കാനുള്ളത്. നല്ല അടിപൊളി ചോദ്യങ്ങളുണ്ട് ഇതിൽ. ഇത് നമുക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് മലയാളം ഏരിയയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കാം. അപ്പോൾ നോക്കി, ഗ്രൂപ്പ് ഓഫ് ഈഗിൾസ് ഈസ് കോൾഡ് വാട്ട്? കോൺവക്കേഷൻ എന്നുള്ളതാണ്. ഈ ഗ്രൂപ്പ് ഓഫ് ഈഗിൾസ് ഈസ് കോൾഡ് കോൺവക്കേഷൻ. ഈ പാർലമെന്റ് ഓഫ് ഔൾസ്, ഇതൊക്കെ നമുക്കറിയാലോ ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, അല്ലെ? അതുപോലെ ഈ കൗൺസിൽ ഓഫ് അഡ്വൈസേഴ്സ്, ഇതൊക്കെയാണ് വരാറുള്ളത്. ദെൻ ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് നൗൺ. കോമ്പൗണ്ട് നൗൺ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2ഓ അതിലധികമോ സിംപ്ലർ വേർഡ്സ് ജോയിൻ ചെയ്തിട്ട് പുതിയൊരു വേർഡ് ഫോം ചെയ്യുകയാണ്. സോ ദാറ്റ് ആ ഉണ്ടായ പുതിയ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ എടുത്ത 2 വേർഡ്സിന്റെ മീനിങ്ങിന്റെ ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ കോമ്പൗണ്ട് വേർഡ്സിൽ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോമ്പൗണ്ട് നൗണിനെ കുറിച്ചിട്ടാണ്, അല്ലെ? അപ്പോൾ ഇവിടെ 2 ജോയിൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് നൗൺ ആയിരിക്കണം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോക്കി, ഇപ്പൊ പറയുന്ന ബ്ലോക്ക് ഹെഡ്. ബ്ലോക്ക് എന്ന് പറയുന്നത് ഹെഡ് എന്ന് പറയുന്നത് നൗൺ തന്നെയാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്, നമ്മുടെ മനസ്സിലൊരു ബ്ലോക്ക് ആണ് വരിക. ഹെഡ് എന്ന് പറഞ്ഞാൽ തല, അല്ലെ? ഇതാണ് നമ്മുടെ ചിന്ത. ഇത് ജോയിൻ ചെയ്ത് കിട്ടുന്ന ബ്ലോക്ക് ഹെഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഫൂളിഷ് പേഴ്സൺ ഓർ സ്റ്റുപ്പിഡ് പേഴ്സൺ എന്നാണ്. അപ്പോൾ ഈ ബ്ലോക്ക് ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പൗണ്ട് നൗൺ ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ. പക്ഷെ ബാക്കിയുള്ള നമുക്ക് ജസ്റ്റ് നോക്കാം. ബ്രെയിൻ വാഷ് ചെയ്യുക എന്നുള്ളത് നമ്മൾ സ്ഥിരം പറയുന്ന വേർഡാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് വേറെയാണ്, വാഷ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ കോമ്പൗണ്ട് വെർബ് എന്ന് പറയാം. ഓക്കെ. കോമ്പൗണ്ട് വെർബാണ്. ഇനി ഐസ് കോൾഡ്. ഐസ് കോൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്. അതായത് കോൾഡ് എന്ന് പറയുന്നത് എന്താണ്? തണുത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു അഡ്ജക്റ്റീവ് അല്ലേ, അതൊരു വിശേഷണമല്ല ഇവിടെ കൊടുക്കുന്നത്. ഐസ് കോൾഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഗ്രാസ് ഫെഡും എന്താണ്? ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്, കോമ്പൗണ്ട് വേർഡ്. അപ്പോൾ ഈ കോമ്പൗണ്ട് വേർഡ്സിൽ തന്നെ ഓപ്പൺ ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്, ഹൈഫനേറ്റഡ് ഉണ്ട്. ഓക്കെ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈ സ്കൂൾ, നമ്മൾ സ്പേസ് ഇട്ടിട്ടല്ലേ ഇത് എഴുതുന്നത്.
സോ ഇത് ഓപ്പൺ ആണ്. ഇനി ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഫയർ ഫൈറ്റർ, ഇത് ക്ലോസ്ഡ് ആയിട്ടില്ല, നമ്മൾ സ്പേസ് ഇട്ടിട്ടല്ലോ എഴുതുന്നത്. ഇനി ഇപ്പൊ കണ്ടത് ഐസ് കോൾഡ്, ഒരു ഹൈഫൺ കണ്ടോ, വെൽ നോൺ, അപ്പൊ ഹൈഫനേറ്റഡ് ആയിട്ടുള്ളതും ഉണ്ട്, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നെക്സ്റ്റ് ആന്റോണിം ഓഫ് ദി വേർഡ് ലാസ്റ്റിംഗ്. ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലം നീണ്ടു നിൽക്കുന്നതെന്നല്ലേ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ നമുക്ക് വേണ്ടത്, മൊമെന്ററി. ബാക്കി പെർപെച്വൽ, ഇൻഫൈനൈറ്റ്, എറ്റേണൽ എന്നൊക്കെ പറയുന്നത് ലാസ്റ്റിംഗിന്റെ അതേ മീനിങ് ഉള്ളതാണ്. ദെൻ വിച്ച് ഇസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്, ലെഫ്റ്റനന്റ്. ലെഫ്റ്റനന്റിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എല്ലാവരും അറിഞ്ഞിരിക്കണം, തെറ്റരുത്. അത് ഇതാണ് LIEUTENANT, ലെഫ്റ്റനന്റ്, സ്യൂഡോണിമ, വാക്വം, ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ്, when does the clause commence? The meaning of the word commence is what? Start എന്നുള്ളതാണ്. The next, add prefix and suffix to the base form believe. Believe എന്താ, unbelievable അല്ലേ. Then what is the word IDEST? ഇതിന്റെ ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത് IDEST എന്നാണ്. ഓക്കെ, IDEST എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ അർത്ഥം ദാറ്റ് ഇസ്, നമ്മളിങ്ങനെ എഴുതില്ലേ, ദാറ്റ് ഇസ് എന്നുള്ളതാണ്. ഓക്കെ, അത് വെച്ചിട്ട് ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ടതാണ്, കാരണം ഈ എല്ലാണ് അവർ കൊടുത്തിരിക്കുന്നത്, അതാണ് പ്രശ്നം. ഓക്കെ, then next, give the synonym of the word abundance. Abundance is the synonym in the plenty. Next, we are eager to get on in life. The meaning of the phrasal verb get on എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോഗ്രസ് അല്ലേ. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്, get on in life. Get on എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ്. Mary is a good student. I like her. Child like nature. നെക്സ്റ്റ്, എലി എന്ന അർത്ഥത്തിൽ വരുന്ന പദം ഏതാണ്, അത് ഖനഖൻ എന്നുള്ളതാണ് കേട്ടോ, ഖനഖൻ. ദെൻ ശരിയായ വാക്യം ഏതാണ് എന്നുള്ളതാണ്, അത് അതിനേക്കാൾ കവിഞ്ഞ ഒരു ഗുണമൊന്നും ഈ ഉപകരണത്തിനില്ല. അതിനേക്കാൾ കവിഞ്ഞ ഒരു ഗുണമൊന്നും എന്ന് പറയുന്നതിനൊരു അപകടയില്ലേ. ദെൻ ഞാൻ സത്യം പറയാൻ കാരണം അവൻ വീണ്ടും ചോദിച്ചത് കൊണ്ടാണ്. ദെൻ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് താങ്കൾ കുറഞ്ഞത് 1000 രൂപ സംഭാവന ചെയ്യണം. ശരിയാണ്. ഫാക്ടറിയിലെ വാതക ചോർച്ചയിൽ ആർക്കും ആളപായം ഉണ്ടായതായി അറിവില്ല. ആർക്കും ആളപായം ഉണ്ടായതില്ല എന്ന് പറയണ്ട, അവിടെ ആളപായം ഉണ്ടായതായി അറിവില്ല. വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം എന്താണ്, പിപ്പാസ അല്ലെ. ആസ്തിക്കാസ് തീവ്സ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാളത്തിലുള്ള അർത്ഥം എന്താണ്, ആസ്തിക്കാസ് തീവ്സ്. ഇപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം നമുക്ക്, ഇതൊരു ശൈലിയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ആവുന്നില്ല. പക്ഷെ തീവ്സ് എപ്പോഴും തിക്കായിട്ടിരിക്കും ഒരു കാര്യത്തിൽ, അവർ എപ്പോഴും വളരെ സൗഹൃദത്തിലായിരിക്കും അല്ലെ. അങ്ങനെ ചിന്തിച്ചിട്ട്, അതായത് അതീവ രഹസ്യമായി, സീക്രട്ട് എന്നുള്ളതിനേക്കാളും ആസ്തിക്കാസ് തീവ്സ്, കള്ളന്മാരെ അങ്ങോട്ട് ഇങ്ങോട്ട്. കാരണം ഒരാൾ കൂട്ടി കൊടുത്ത്, ഇപ്പൊ ഒരാള് എന്താണ് എന്തെങ്കിലും തരത്തില് ഇപ്പൊ കള്ളന്മാരുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് പോവുകയാണെങ്കിൽ ഒരാൾ ചോദിച്ചാൽ എല്ലാവരും കൊടുക്കും ഒരുമിച്ച്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ, ഒരു സൗഹൃദത്തിലായിരിക്കും. അങ്ങനെ ചിന്തിച്ചാൽ വളരെ സൗഹൃദത്തിൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരും. ദെൻ നെക്സ്റ്റ്, പാതി പ്ലസ് ബലം എങ്ങനെയാ ചേർത്ത് എഴുതുക, പാതി ഫലം എങ്ങനെയാണ് കേട്ടോ. ദെൻ ശ്ലാഘ്യം എന്ന പദത്തിന്റെ വിപരീത പദം, ഇത് വീണ്ടും വീണ്ടും ചോദിക്കാട്ടോ, അത് ഗർഹം എന്നുള്ളതാണ് ശ്ലാഘ്യത്തിന്റെ വിപരീതം. 8000 പിരിച്ചെഴുതുക എങ്ങനെയാണ്, 8000 പിരിച്ചെഴുതുക, n+1000. ദെൻ നെക്സ്റ്റ്, ശരിയായ പദം ഇത് ഏതാണ് ശരിയായത്, വിമ്മിട്ടം. ദെൻ നെക്സ്റ്റ്, ചാക്യാർ സ്ത്രീ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്, അത് ഇല്ലൊടമ്മ. ദെൻ അവിവേകം കാട്ടരുത് എന്ന അർത്ഥത്തിൽ വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറും സക്സസ്ഫുള്ളി ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇനിയും ഇതേപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യണോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആൻസർ ചെയ്യുന്നത് എനിക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ, പല ചോദ്യങ്ങൾ പുതുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ, നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. അതിനനുസരിച്ച് ഞാൻ വീണ്ടും ചോദ്യ പേപ്പേഴ്സ് നല്ലവണ്ണം ഇതാക്കാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ഇഷ്ടംപോലെ ചോദ്യ പേപ്പേഴ്സ് ഉണ്ട് ആൻസർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ളതൊക്കെ ഉണ്ട്, അധികമായിട്ട് ശ്രദ്ധിക്കാത്തതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് വേണോ, അല്ലെങ്കിൽ ജസ്റ്റ് ചോദ്യം ആൻസർ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതിയോ, നിങ്ങൾ കമന്റ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.